സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും തന്നെ ഒരു മെയിൽ ഐ ഡി എന്തായാലും ഉണ്ടാകും. നമുക്ക് ആ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് വെരിഫിക്കേഷന് വേണ്ടി ഒരു മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും യൂട്യൂബ് ചാനലുകളൊക്കെ ഉള്ളവർക്ക് എന്തായാലും അതിലൊരു മൊബൈൽ നമ്പർ ആഡ് ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ തമ്പനെയിലൊക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ അതിൽ ഒരു നമ്പർ കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. ഇനി കൊടുത്ത നമ്പർ എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക, എവിടെയാണ് ഈ നമ്പർ സേവായി കിടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആ മെയിൽ ഐ ഡിയുടെ തൊട്ട് താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേഴ്സണൽ ഇൻഫോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ച മൊബൈൽ നമ്പറുകളൊക്കെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്കിവിടെ ഫോൺ എന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച നമ്പറുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ആഡ് ചെയ്തിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള സെക്യൂരിറ്റി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇവിടെ ഓണിലാണ് ഉള്ളത്. ഞാൻ അതിലേക്കൊരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാണ്. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ കൊടുത്ത നമ്പറുകളൊക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഈ നമ്പറിൻ്റെ വലതുവശത്ത് ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും. ആ ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കൊടുത്ത ആ ഒരു നമ്പർ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും മറ്റൊരു നമ്പർ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആഡ് എ ബാക്കപ്പ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഫോൺ എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുതിയ ഒരു നമ്പർ ആഡ് ചെയ്യേണ്ടതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പുതിയതായിട്ടുള്ള ഒരു നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്പർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആ ഒരു നമ്പർ ആഡ് ആയതായിട്ട് കാണാൻ സാധിക്കും. ചില മൊബൈലിൽ OTP തന്നെ വരും, അല്ലെങ്കിൽ ഇതിവിടെ ആഡ് ആകും. നമുക്കിവിടെ ആഡ് ആകണമെങ്കിൽ ഇവിടെ ഒരു വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ബാറിൽ എന്താണ് വന്നതെന്ന് നോക്കാം. ഇവിടെ സെക്യൂരിറ്റി അലർട്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് നമ്പർ കൊടുത്തത് നിങ്ങളുടെ തന്നെയാണോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. യെസ് ഇറ്റ്സ് വാസ് മീ എന്ന് ഉള്ള ഭാഗത്ത് ആ ഒരു ബ്ലൂ ടിക്ക് മാർക്ക് കൊടുത്ത ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ എസ് കൊടുത്തതിന് ശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന് കൊടുത്ത ആ ഒരു ഫോൺ നമ്പർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ആഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഞാൻ ആദ്യം കൊടുത്ത ആ ഒരു നമ്പർ വെരിഫൈഡ് നിങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ താഴെ കൊടുത്ത നമ്പർ വെരിഫൈ ആയിട്ടില്ല. അതിനായിട്ട് നമുക്കിവിടെ വെരിഫൈ ഫോൺ നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അതിനായിട്ട് നമുക്ക് ഒരു OTP വരും. ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ OTPക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ OTP വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ OTP ടൈപ്പ് ചെയ്യുക. ഞാൻ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ വെരിഫൈ കൊടുക്കുകയാണ്.
ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗ്രീൻ ആ ഒരു കളറിൽ വെരിഫൈഡ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ 2 നമ്പറും ഇവിടെ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നമ്പറേ വേണ്ടൂ, ഒരു നമ്പർ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഓപ്ഷനിൽ തന്നെ ഡിലീറ്റിൻ്റെ ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു നമ്പർ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ചിലപ്പോൾ ക്യാൻസലായിപ്പോയി, ഇനി പുതിയ നമ്പർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ നമ്പർ നിലവിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു നമ്പർ ആഡ് ചെയ്യാനും, പഴയ നിലവിലില്ലാത്ത നമ്പർ ആണെങ്കിൽ ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.